ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത ഇതിനോടകം നിയമസഭയിൽ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? സംഭവം ഒരുപാട് വണ്ടിപ്രേമികൾ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇതിന് അപകടവും ക്ഷണിച്ചു വരുത്താറുണ്ട്. പക്ഷെ ഇപ്പോഴിതാ അതിനെ തന്നെ ലീഗലൈസ് ചെയ്യുന്ന തരത്തില് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കോളേജിലേക്ക് ചേരാൻ വേണ്ടി നോക്കുന്ന +2 കഴിഞ്ഞ ആ ഒരു പ്രായത്തിൽ 17-18 വയസ്സുള്ള വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് വലിയ ഒരു ഹാപ്പി ന്യൂസ് ആണ്. അത് മറ്റൊന്നുമല്ല, ഇത്തരത്തിലാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കൂടിയുള്ള CP ജോൺ അവർ ആ സാറ് പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ +2 പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ പ്രീ ലൈസൻസ് പോലൊരു സംവിധാനം ഏർപ്പെടുത്തും. അതായത് നമ്മളിപ്പോ ലൈസൻസിന് മുമ്പ് ലേണേഴ്സ് എടുത്താൽ തന്നെ നമുക്ക് വണ്ടി ഓട്ടിക്കാം അല്ലെ. L എന്ന് പറയുന്നത് ഒട്ടിച്ചുകൊണ്ട് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വണ്ടി ഓട്ടിക്കാം. ഇപ്പൊ കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ. അപ്പൊ അത്തരത്തിലാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും പ്രീ ലൈസൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പൊ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് +2 പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഗതാഗത വകുപ്പിലെ മോട്ടോർ വകുപ്പ് നിയമങ്ങൾ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇതുമായി ഇടപഴകാനും, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വണ്ടി ഓട്ടിക്കുന്നത്. അതായത് 17 വയസ്സ് കഴിഞ്ഞ് 18 തികയുമ്പോൾ തന്നെ ആ ഒരു ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് കയ്യിൽ ഫിസിക്കലി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഷ്കരണമാണ് എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രീ ലൈസൻസ് ആണെങ്കിൽ +2 തന്നെ പല വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് ഒരു ആക്സസ്, ഗതാഗതം, നമ്മുടെ ഒരു പൗരനാകുന്നു എന്നതിന്റെ ഒരു ആക്സസ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു വലിയ തീരുമാനമായിരിക്കും ഇത് നടപ്പാക്കിയാൽ. അപ്പോൾ ഒരുപാട് പേര് അല്ലാതെ ഇതിനെ വിമർശിക്കുന്നുമുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികൾ അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സർക്കാരിന്റെ പരിഗണനയിലുള്ള വലിയ ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഗതാഗത വകുപ്പിൻ്റെത്. അത് വിദ്യാർത്ഥികൾക്ക് കൂടി സന്തോഷം നൽകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇത് എത്തിക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത്തരത്തിലൊരു തീരുമാനം നല്ലതാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.